ഹിസ്റ്ററി. ഹായ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും അമ്മയുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും നാട്ടിൽ തന്നെയാണ് വെക്കേഷന്. സോ അമ്മ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇപ്രാവശ്യവും ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പണ്ട് കൊച്ചായിരിക്കുമ്പോൾ എന്താ പറയുക, അമ്മ വർക്കിംഗ് ആണ്. അപ്പം സാറ്റർഡേ സൺഡേ മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം സൺഡേസിലാണ് സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഇറക്കുന്നത്. അപ്പം അങ്ങനെ അമ്മയുടെ ഒരു വൺ ഓഫ് ദ സ്പെഷ്യൽ ഡിഷസാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താണ് അമ്മ? കണവത്തോരൻ. കണവ എന്ന് പറഞ്ഞാൽ അതിൽ മുള്ളൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്ക് കഴിക്കാൻ ധൈര്യപൂർവ്വം കഴിക്കാം. മുള്ള് പോകില്ല, പിന്നെ പുളി ഇടില്ല, വേറൊരു ടേസ്റ്റാണ് മീനിൻ്റെ. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അത് ഓർമ്മ പുതുക്കി. അതെ, അത് ശരിക്കും ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. കാരണം അന്നത്തെ അതേ ടേസ്റ്റാണ് ഇപ്പോഴും ഉണ്ടാക്കിയപ്പോഴും. അപ്പം ആ ഓർമ്മകളൊക്കെ വീണ്ടും വീണ്ടും വരുമായിരുന്നു മനസ്സിൽ. പ്രിയയുടെ അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കും ഈ കണവ കൊഞ്ചൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അത് കാരണം എപ്പോൾ കിട്ടിയാലും വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അത് ഇവർക്കും അതുകൊണ്ട് അതിനോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ കിട്ടിയപ്പോൾ പഴയ കാലത്തിലുള്ള ഓർമ്മകളൊക്കെ വന്നു. അപ്പം നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ കണവ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ക്ലീൻ ചെയ്ത കണവ ചേർക്കുക. ഇത് 1 കിലോ കണവയാണ്. 1 കിലോ വാങ്ങി ക്ലീൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പം 1 കിലോ കണലും താഴെയാണ്. ഇതിലോട്ട് ഇപ്പോൾ ഒഴിച്ചത് പട്ടയും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചതാണ്. അത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയ മിക്സി ബൗളിൽ തന്നെ പൊടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ലിക്വിഡായിട്ടിരിക്കുന്നത്. സോ ബേസിക്കലി പട്ട പൊടിച്ചതും പെരിഞ്ചീരകം പൊടിച്ചതും. അതിലോട്ട് പിന്നീട് 1 സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഇട്ട്, അതെ, കുരുമുളക് പൊടിയും കൂടി ഉണ്ട്, 1 സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഇതിനെ കുക്ക് ചെയ്യാൻ വെക്കാം. ഇതൊരു സൈഡിൽ നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കണം. കൂന്തൽ ബേസിക്കലി വേവാനായിട്ട് 2 ഭാഗമുണ്ട്. ഒന്നുകിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം വേവിക്കുകയാണെങ്കിൽ അത് സോഫ്റ്റായിട്ട് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ചെമ്മീൻ പോലെ തന്നെയാണ്, കുറച്ച് നേരം വേവിച്ചാൽ വെന്ത് കിട്ടും. പിന്നെ അത് ഹാർഡാവും. പിന്നെ അത് സോഫ്റ്റ് ആവണമെങ്കിൽ കുറേ നേരം വേവിക്കണം. അപ്പോൾ ഇത് നമ്മൾ കുറേ നേരം വേവിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ കൂന്തൽ ഞാൻ അപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിൽ കടുക്, വറ്റൽമുളക്, വേപ്പില എല്ലാം വറുത്ത് അതിലോട്ട് ഒരു 400 ഗ്രാം ഉള്ളി, ചെറിയ ഉള്ളി, സവാളയല്ല ചെറിയ ഉള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞ് 2 പച്ചമുളകും കീറിയിട്ടിട്ട് ഇതൊന്ന് വഴറ്റുകയാണ്. ഇതിലോട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ കൂന്തൽ വേവിക്കാൻ നേരത്ത് പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടി മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് തോരനായതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് മുന്നോട്ട് നിൽക്കും, അതാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പം ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഈ ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റാൻ വേണ്ടി നോക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം, അതാണ് അതിൻ്റെ പാകം. ഇത് ആക്ച്വലി ഞാനും അമ്മയും കൂടെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. എൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, അമ്മയാണെങ്കിൽ ഇതിൽ നിന്നും വേർതിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതെന്തായാലും വേണ്ട, നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെയാകാം എന്ന് വിചാരിച്ചു. ഉള്ളി വഴന്നുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, എന്നിട്ട് ഇളക്കാം. മീനവിയൽ നമ്മളുടെ കണവ അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെട്ടിത്തിളക്കിയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കും ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ഉള്ളി വഴന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഇതിലോട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്, തേങ്ങ ചിരണ്ടിയത്. ഇതൊരു 1.5 കപ്പോളം തേങ്ങ ഉണ്ടാവും. അതിനെ ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. ഇത് തേങ്ങ ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ, അതായത് ആ പച്ച മണം ഒന്ന് മാറിയാൽ മാത്രം മതി. ഒത്തിരി അങ്ങോട്ട് വറക്കണ്ട.
അപ്പോൾ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ തേങ്ങ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം തേങ്ങയ്ക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ നല്ലപോലെയല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി, കൂന്തലും വെന്തു. നമുക്കിതിനെ ഈ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ ഉള്ളി മിക്സറിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് എന്തായാലും ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് അതനുസരിച്ചിട്ട് മസാല കുറവാണെങ്കിൽ കുറച്ച് ഗരം മസാലയും, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും, എരിവ് കുറവാണെങ്കിൽ കുറച്ച് പെപ്പറും ആഡ് ചെയ്യാവുന്നതാണ്, കുരുമുളകും ആഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. സ്വാദിഷ്ടമായ കണവ തോരൻ അല്ലെങ്കിൽ കൂന്തൽ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. ലെറ്റസ് പ്ലേറ്റ് മാഗി. കണവത്തോരൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് 2 സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അനിയൻ്റെ മക്കൾ. അവരെന്താ പറഞ്ഞതെന്ന് നോക്കാം. സൂപ്പർ. എല്ലാവരും വീഡിയോ കാണണം, പഴയതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ടാറ്റ പറയുമോ? ടാറ്റ.